Hi students, welcome to Simple Chemistry. ഇന്ന് ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 2ന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1ന്റെ കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ ഇന്ന് ചെയ്യണം. ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്സ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുക. അപ്പോൾ ആറ്റോമിക് സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത് ബോർ മോഡൽ, ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, 5 പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, Hund's rule of maximum multiplicity, Hofbauer principle, Pauli's exclusion principle. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാനുണ്ട്, ഓർബിറ്റൽസ് ആൻഡ് ഇറ്റ്സ് ഷേപ്സ് പഠിക്കാനുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാം. ഇത്രയുമാണ് ആറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കാനുള്ള പോർഷൻസ്. അപ്പോൾ ബോർ മോഡലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ബോർ മോഡലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോർ മോഡലിലെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ആറ്റത്തിൽ ഏതൊക്കെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ആറ്റത്തിൽ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് മെയിനായിട്ടുള്ളത്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ആറ്റത്തിൽ ന്യൂക്ലിയസിനെ കുറിച്ചാണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ സെൻറ്ററിൽ ആണ് ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിന് ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് അല്ലേ. നമുക്കറിയാം ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, പ്രോട്ടോൺസിന് ഒരു പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയസിന് ചാർജ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ ന്യൂക്ലിയസിന് അടുത്ത പോസ്റ്റ്ലേറ്റ് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക അല്ലേ. ഈ സർക്കുലർ പാത്തിനൊരു പേര് പറയുന്നുണ്ട് ഓർബിറ്റ് അല്ലേ. ഓർബിറ്റ്. നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ് ഓർബിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഓർബിറ്റുകൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെ നമ്മളെ ഓർബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഓർബിറ്റുകൾ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിന് നമ്പർ 1, 2, 3 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്പറിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ റെപ്രസെൻറ്റേഷൻ KLM എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും. അത് എനർജി ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. അടുത്ത പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത്? അതിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ദാറ്റ് ഈസ് MVR, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ഈസ് ഈക്വൽ ടു an integral multiple of h/2π എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു NH/2π എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും പോസ്റ്റ്ലേറ്റ്സ് ആണ് മെയിനായിട്ട് ബോർ മോഡലിലുള്ളത്. അപ്പോൾ ബോർ മോഡൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് മെറിറ്റ്സിലേക്ക് നോക്കാം. അപ്പം മെറിറ്റ്സ് എന്തൊക്കെയാണുള്ളത്? 3 മെറിറ്റ്സ് ആണുള്ളത് അല്ലേ. മെയിനായിട്ട് 3 മെറിറ്റ്സ് ആണുള്ളത് ബോർ മോഡലിന്. ഫസ്റ്റ് മെറിറ്റ് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ. സെക്കൻഡ് മെറിറ്റ് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എനർജിയും അതേപോലെ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റിൻ്റെ റേഡിയസും കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. തേർഡ് മെറിറ്റ് പറയുന്നത് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ 3 മെറിറ്റ്സ് ആണ് ബോർ മോഡലിനുള്ളത്. ഇനി ഡിമെറിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. 4 ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഈ ഹൈഡ്രജൻ ആറ്റം അല്ലാതെ വേറെ ആറ്റംസ് എടുത്താൽ, ഹയർ ആറ്റംസ് എടുത്താൽ അതിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു ഡിമെറിറ്റ്സ്. സെക്കൻഡ് ഡിമെറിറ്റ്സ് പറയുന്നത് സീമൻ ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് അല്ലേ. സീമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഡിമെറിറ്റ്സ് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയയും ഈ ബോർ മോഡൽ തരുന്നില്ല അല്ലേ. ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ആറ്റംസ് തമ്മിലുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയയും ബോർ മോഡൽ വെച്ച് നമുക്ക് കിട്ടുന്നില്ല. ഇനി അടുത്ത ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിലല്ല ഓക്യുപ്പൈ ചെയ്യുന്നത്, ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലാണ് ഇലക്ട്രോൺസിനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ബോർ മോഡൽ വെച്ച് പറ്റിയില്ല. അപ്പോൾ ഇത്രയുമാണ് ഡിമെറിറ്റ്സ് ഉള്ളത്, ബോർ മോഡലിൻ്റെ ഡിമെറിറ്റ്സ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് 5 പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ 5 പ്രിൻസിപ്പിൾ ഒരുമിച്ച് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നോക്കാം. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ simultaneously the exact position and momentum of a moving microscopic particle simultaneously and accurately അല്ലേ. ഒരു മൂവിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റോ അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിച്ചാൽ അത് കറക്റ്റ് ആവണമെന്നില്ല അല്ലേ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തുണ്ടാവും? അൺസർട്ടനിറ്റി ഉണ്ടാവും.
അപ്പോൾ ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കണം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഡെൽറ്റ പി എന്താണ്? അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ പഠിച്ചു വെക്കാം. 6.626 × 10⁻34 ജൂൾ/സെക്കൻഡ്. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് വരുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ഈക്വൽ ഇട്ടിട്ട് പ്രോബ്ലം ചെയ്യാം. ഡെൽറ്റ എക്സ് തന്നിട്ട് ചിലപ്പോൾ ഡെൽറ്റ പി ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ഡെൽറ്റ വി ചോദിക്കും. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് വേറൊരു ഫോമിൽ എഴുതാം. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി = h/4π എന്ന് എഴുതാം. ഇതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് മാറ്റർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അനുസരിച്ചിട്ട് പാർട്ടിക്കിളിന് 2 ക്യാരക്ടർ ഉണ്ട്. പാർട്ടിക്കിൾ ക്യാരക്ടർ ആൻഡ് വേവ് ക്യാരക്ടർ. വേവ് ക്യാരക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ ലാംഡ = h/mv. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് പ്രോബ്ലംസ് വരാറ്. ലാംഡ വേവ് ലെങ്ത് ആണ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, m മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, v വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. നെക്സ്റ്റ് നമുക്ക് ഓർബിറ്റൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓർബിറ്റൽസ് എത്രയുണ്ട്? ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. അല്ലേ? ഓർബിറ്റൽസ് 3 ഡയമെൻഷനിലാണ്, അതിന് ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള എസ് ഓർബിറ്റലും പി ഓർബിറ്റലും ആണ് പഠിക്കാനുള്ളത്. എസ് ഓർബിറ്റലിന് സ്ഫിരിക്കൽ സ്ട്രക്ചറാണ്. അതിൻ്റെ ഇലക്ട്രോൺസ് എല്ലായിടത്തും കണ്ടുപിടിക്കാൻ എന്താണ്? ഈക്വൽ പോസിബിലിറ്റിയാണ്. ഇത് നോൺ ഡയറക്ഷൻ ഓർബിറ്റലാണ്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വിച്ച് ഓർബിറ്റൽ ഈസ് നോൺ ഡയറക്ഷൻ ഇൻ നേച്ചർ, അല്ലേ? അപ്പോൾ എസ് ഓർബിറ്റിൽ വരയ്ക്കണം. എസ് ഓർബിറ്റിൽ വരയ്ക്കാൻ പഠിക്കണം. സ്ഫിയർ ആണ് സ്ട്രക്ചർ. ഇത് പി ഓർബിറ്റൽസിൻ്റെ സ്ട്രക്ചർ ഡംബെല്ലാണ്. അപ്പോൾ ഡംബെൽ വരയ്ക്കുമ്പോൾ PX, PY, PZ ഇങ്ങനെ 3 ഓർബിറ്റൽസ് ഉണ്ട്. PX വരയ്ക്കുമ്പോൾ X ആക്സിസിന് എലോങ് ആയിട്ട് ഡംബെൽ വരയ്ക്കാം. PY വരയ്ക്കുമ്പോൾ Y ആക്സിസിന് എലോങ്, PZ വരയ്ക്കുമ്പോൾ Z ആക്സിസിന് എലോങ് ആയിട്ട് ഡംബെൽ വരയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് കോണ്ടന്റ് നമ്പേഴ്സിനെ കുറിച്ച് പറയാം. കോണ്ടന്റ് നമ്പേഴ്സ് ആർ എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് which give the address of an electron in an atom. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ് കോണ്ടന്റ് നമ്പേഴ്സ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 4 കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആൻഡ് സ്പിൻ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ മെയിൻ എനർജി ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ആറ്റത്തിൽ ഏത് മെയിൻ എനർജി ലെവലിലാണ്? n=1 ആണെങ്കിൽ ഫസ്റ്റ് മെയിൻ എനർജി ലെവലിലായിരിക്കും, n=2 ആണെങ്കിൽ സെക്കൻഡ് എനർജി ലെവലിലായിരിക്കും. ഇങ്ങനെ അപ്പോൾ n വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലേ? എന്നിൻ്റെ വാല്യൂ 1, 2, 3 എക്സെട്ര ആയിരിക്കും. അടുത്തത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണ്? അപ്പോൾ L വെച്ച് റെപ്രസെൻറ്റ് L 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. L 0 മുതൽ n-1 വരെയാണ് Lൻ്റെ വാല്യൂ. അപ്പോൾ n=1 ആണെങ്കിൽ Lൻ്റെ വാല്യൂ 0 ആയിരിക്കും. n=2 ആണെങ്കിൽ Lൻ്റെ വാല്യൂ 0, 1 ഉണ്ടാവും, അല്ലേ? അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ടാവും Lന്? n വാല്യൂസാണുള്ളത് 0 മുതൽ n-1 വരെ. അപ്പോൾ L=0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലായിരിക്കും. L=1 ആണെങ്കിൽ പി ഓർബിറ്റലായിരിക്കും. L=2 ആണെങ്കിൽ ഡി ഓർബിറ്റൽ. L=3 ആണെങ്കിൽ എഫ് ഓർബിറ്റലായിരിക്കും. സബ്ഷെല്ലിനെ കുറിച്ചുള്ള ഐഡിയയാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ തന്നെ. നെക്സ്റ്റ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ പറയുന്നത് ഈ സബ്ഷെല്ലിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ചാണ്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എമ്മിന് വാല്യൂസ് -L മുതൽ +L വരെയാണ്, പാസിംഗ് ത്രൂ 0. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ടാവും? 2L+1 വാല്യൂസാണ് ഉണ്ടാവുന്നത്. -L, +L, പിന്നെ ഒരു 0, 2L+1 വാല്യൂസ് ഉണ്ട്. ഈ 2L+1 വാല്യൂസ് പറയുന്ന ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇനി അടുത്ത് സ്പിൻ കോണ്ടന്റ് നമ്പർ പറയുന്നത് സ്പിന്നിങ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. സ്പിന്നിങ് +½ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആയിരിക്കും. സ്പിന്നിങ് -½ ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആയിരിക്കും. ഇത്രയുമാണ് കോണ്ടന്റ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഓഫ്കോ പ്രിൻസിപ്പിളാണ്. ഓഫ്കോ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റം എഴുതുന്നത്, അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഡിഫറെൻറ്റ് സബ്ഷെല്ലുകളിലായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഓഫ്കോ പ്രിൻസിപ്പിളിൻ്റെ ഓർഡറിലാണ്. അപ്പോൾ ഓഫ്കോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ആറ്റം ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ ഓർബിറ്റൽസ്. ആ ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ 1s, <2s, 2p, 3s, അങ്ങനെ അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് ഒരാറ്റത്തിൽ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു മിനിമം 20 ആറ്റം നമ്പർ വരെയുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കാം.
ഇനി ഹൺസ് റൂൾ പഠിക്കാനുണ്ട് നമുക്ക്. ഹൺസ് റൂൾ പറയുന്നത് പെയറിങ് നടക്കില്ല. ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് പെയറിങ് നടക്കുന്നതിന് മുമ്പ് സിംഗിൾ ഓക്യുപ്പേഷൻ നടക്കുന്നതാണ് അല്ലേ. പെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽസ് cannot takes place unless all the different orbitals are singly occupied എന്നാണ് ഹൺസ് റൂൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഹാവ് ഓൾ ദി 4 ക്വാണ്ടം നമ്പേഴ്സ് ആർ സെയിം അല്ലേ. ഒരാറ്റത്തിൽ 2 ഇലക്ട്രോൺസ് എടുത്താൽ 2 ഇലക്ട്രോൺസിന് എല്ലാ ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിട്ട് വരില്ല. ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്ത് നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.